കെ ആർ സാജു തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാജു, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4-4.5 വർഷമായിട്ട് സാംസ്കാരിക വകുപ്പിന് മുന്നിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷവും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത് താൻ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, തനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നതായിരുന്നു. ഇതിപ്പോൾ സർക്കാർ ഈ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഒരു കടുംവെട്ട് വെട്ടിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇനിയും അത്തരത്തിലുള്ളൊരു ന്യായം പറഞ്ഞ് സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ സാജു? അതായത് ജൂലൈ 18 സർക്കാർ തന്നെ കൊടുക്കാൻ നിശ്ചയിച്ചിരുന്ന 97 മുതൽ 108 വരെയുള്ള പാരഗ്രാഫ് ഓഗസ്റ്റ് 19 ആയപ്പോഴും കൊടുക്കുമ്പോഴേക്കും ഇല്ല എന്ന നിലയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം അല്ല പുറത്തു വന്നത്. നമുക്കറിയാം, സർക്കാർ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ഭാഗങ്ങൾ, ഒപ്പം SPIO സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പിൻ്റെ SPIO സ്വകാര്യ വിവരങ്ങൾ എന്ന് കണ്ടെത്തിയ ഭാഗങ്ങൾ കൂടി നീക്കം ചെയ്ത ശേഷമാണ്. പക്ഷേ അത് ഏതൊക്കെയാണ് നീക്കം ചെയ്യുന്നതെന്ന് മുൻകൂട്ടി തന്നെ അപേക്ഷകരെ അറിയിച്ചു. അന്ന് അപേക്ഷകരെ അറിയിച്ചതിലില്ലാത്ത ചില ഭാഗങ്ങൾ കൂടി ഒഴിവാക്കിക്കൊണ്ടാണ്, ചില പാരഗ്രാഫുകൾ കൂടി ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് കൈമാറിയത് അപേക്ഷകർക്ക് എന്ന വിവാദമാണ് ഈ ഘട്ടത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. അതായത് ജൂലൈ 18 SPIO തന്നെ ഇറക്കിയ ഉത്തരവിലുണ്ടായിരുന്ന 97 മുതൽ 108 വരെയുള്ള പാരഗ്രാഫുകൾ അവസാനം ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോഴേക്കും ഇല്ല, അതുകൂടി വെട്ടിമാറ്റിപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ താല്പര്യം എന്താണ് എന്ന ചോദ്യമാണ് നിയമവിദഗ്ധനായ ഹരീഷ് വാസുദേവൻ അടക്കമുള്ളവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഫാരിഷ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന്, വിവരാവകാശ കമ്മീഷണർ ഈ റിപ്പോർട്ട് പരിശോധിച്ചിട്ട് കാണാത്ത സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി SPIO ആദ്യം തന്നെ കണ്ടെത്തുന്നുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് SPIO പോയതെന്ന ചോദ്യം സർക്കാർ ഉത്തരം പറയേണ്ടത് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച പാരഗ്രാഫുകളിൽ നിന്ന് തന്നെ ചിലത് ഒഴിവാക്കി എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പുതിയ വിവാദം. അതിലും സർക്കാരിൻ്റെ വിശദീകരണം ആവശ്യമായി വരികയാണ് ഈ ഘട്ടത്തിൽ. അതിനാണ് ഇനി സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ മറുപടി പറയേണ്ടത്. അതൊരു ഉദ്യോഗസ്ഥ തല തീരുമാനം മാത്രമാണ് എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയില്ല ഫാരിഷ. തീർച്ചയായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടി എന്ത് എന്നുള്ള ചോദ്യങ്ങൾ സർക്കാരിന് മുൻപിൽ ഉയരുമ്പോൾ അതിലേക്ക് കൂടുതൽ ചോദ്യചരങ്ങൾ സർക്കാരിന് മുൻപിലേക്ക് എത്തുകയാണ്. സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണമുള്ളത്. KR സാജു വിവരങ്ങൾ നൽകുകയായിരുന്നു.